കൊട്ടാരക്കരയിൽ കളി മാറുന്നു. ഇപ്പോൾ രാഷ്ട്രീയ കേരളം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നത് കൊട്ടാരക്കരയിൽ ഇനി എങ്ങനെയായിരിക്കും രാഷ്ട്രീയ പാർട്ടികൾ മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ്. നമുക്കറിയാം, മഹിളാ കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ് ആർ രശ്മി ഇപ്പോൾ BJP-യിലേക്ക് പോയിരിക്കുകയാണ്. തോൽക്കാൻ വേണ്ടി BJP-യിലേക്ക് പോയി എന്നൊക്കെയുള്ള ട്രോളുകൾ വരുന്നുണ്ടെങ്കിൽ പോലും BJP സംബന്ധിച്ച് അതൊരു അസറ്റ് തന്നെയാണ്. കാരണം മഹിളാ കോൺഗ്രസിന്റെ ഒരു നേതാവ് ഇപ്പോൾ BJP-യിലേക്ക് വരുന്നു. കൊട്ടാരക്കരയിൽ തന്നെ ഈ പറഞ്ഞ കോൺഗ്രസിനും CPM-നും എതിരെ മത്സരിക്കാൻ നിൽക്കുകയാണെങ്കിൽ അത് BJP-യെ സംബന്ധിച്ച് വലിയ കാര്യം തന്നെയാണ്. പക്ഷേ ഇന്നത്തെ സാഹചര്യത്തിൽ നമുക്കറിയാം, ഐഷ പോറ്റി ഇപ്പോൾ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി നിൽക്കുന്നു. കോൺഗ്രസിൽ നിന്നും വിട്ടുപോയ രശ്മി BJP സ്ഥാനാർത്ഥിയായി നിൽക്കുന്നു. തീർച്ചയായിട്ടും CPM-ന്റെ ഭാഗത്തുനിന്ന് KN ബാലഗോപാൽ ആയിരിക്കും മത്സരിക്കാൻ പോകുന്നത് എന്നുള്ള വാർത്തകളാണ് വരുന്നത്. കാരണം സിറ്റിംഗ് MLA-മാർ മത്സരിക്കട്ടെ എന്നാണല്ലോ CPM-ന്റെ ഇപ്പോഴത്തെ തീരുമാനം. അങ്ങനെയാണെങ്കിൽ ഇനി എന്തായിരിക്കാം കൊട്ടാരക്കരയിൽ കാണാൻ പോകുന്നത്? കൊട്ടാരക്കരയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഐഷ പോറ്റി കോൺഗ്രസിലേക്ക് വന്നത് കേരളത്തിൽ മുഴുവൻ ചർച്ച ചെയ്തൊരു വിഷയമാണ്. VD സതീശന്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ വിസ്മയം തീർത്തുകൊണ്ട് കോൺഗ്രസ് മുന്നേറുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. വലിയ രീതിയിലുള്ള ജനപ്രവാഹം ഐഷ പോറ്റി കൊട്ടാരക്കരയിൽ കോൺഗ്രസിന്റെ വേദിയിലേക്ക് വരുമ്പോൾ വന്ന ജനാവലി കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവും കൊട്ടാരക്കരയിൽ എന്തൊക്കെയോ സംഭവിക്കും എന്നുള്ളത്. അപ്പോൾ ആ സമയത്താണ് ഇപ്പോൾ നമുക്കറിയാൻ കഴിയുന്നത് ആർ രശ്മി, അതായത് കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിരുന്നു ആർ രശ്മി എന്ന് പറയുന്നത്. ഏകദേശം 12,000 വോട്ടുകൾക്കാണ് ആർ രശ്മി ബാലഗോപാലുമായിട്ട് തോൽക്കുന്നത്. നമുക്കറിയാം, ബാലഗോപാൽ എന്ന് പറയുന്നത് കേരളത്തിന്റെ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അറിയപ്പെടുന്ന ഒരു നേതാവായിരുന്നു. അത്ര കണ്ട വലിയൊരു നേതാവ്. അതേപോലെ തന്നെ അവിടെ ഏറ്റവും വലിയ ആരോപണം അന്ന് നടന്നത് BJP ഒരു ശക്തനായിട്ടുള്ള സ്ഥാനാർത്ഥിയെ നിർത്തിയില്ല, അതുകൊണ്ടാണ് ബാലഗോപാൽ ജയിച്ചത് എന്നുള്ള വലിയ ശ്രുതികൾ അവിടെ ഉണ്ടായിരുന്നു. അവിടെ BJP-യുമായി ചേർന്ന് കൂട്ടുകച്ചവടം ചെയ്തു എന്നുള്ള ശ്രുതിയും മറ്റു കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ അതിനൊക്കെ അപ്പുറത്തേക്ക് ഇപ്പോൾ ഇനി സംഭവിക്കാൻ പോകുന്നത് ബാലഗോപാൽ ധനമന്ത്രിയാണ്, ധനമന്ത്രിയുടെ മണ്ഡലം കൂടിയാണ്. അപ്പം മന്ത്രി ആയിരിക്കുന്ന സാഹചര്യത്തിൽ എന്താണെങ്കിലും ബാലഗോപാലിനെ കൊട്ടാരക്കര തന്നെ പരിഗണിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ കൊട്ടാരക്കരയിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ചില ആളുകൾ പറയുന്നത് ഐഷ പോറ്റി തന്നെ ആയിരിക്കും കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി. ഇതുവരെ കോൺഗ്രസ് ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചിട്ടില്ല. ഇപ്പോൾ CPM പ്രഖ്യാപിച്ചില്ല. ഇപ്പോൾ ആർ രശ്മി BJP-യിലേക്ക് ചെന്ന സാഹചര്യത്തിൽ BJP-യും പ്രഖ്യാപിച്ചില്ല. അതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആർ രശ്മി ഇന്ന് BJP-യിൽ ചേർന്നു. കഴിഞ്ഞ ദിവസമായിരുന്നു അഖിൽ മാരാ, കൊട്ടാരക്കരക്കാരനാണ്. കൊട്ടാരക്കരയിലെ കൊട്ടാരക്കരയിലെ രാഷ്ട്രീയ സാഹചര്യവുമായി ബന്ധപ്പെട്ട് എനിക്കൊന്ന് അഖിൽമാരാരെ തന്നെ പറഞ്ഞിട്ടുണ്ട്, കോൺഗ്രസിലെ നേതാക്കന്മാർ പറഞ്ഞിട്ടുണ്ട്, എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു സജീവമായിട്ട് നിൽക്കണമെന്ന്. ഞാനിങ്ങനെ സജീവമായിട്ട് നിൽക്കുന്ന സമയത്താണ് ഐഷ പോറ്റി പാർട്ടിയിലേക്ക് വരുന്നത് ഞാൻ കണ്ടത്. അതുകൊണ്ട് ഞാൻ BJP-യിലേക്ക് പോകുന്നു. അത് സ്റ്റാൻഡായിരുന്നു അഖിൽമാരാറിന്റെ. അപ്പോൾ അഖിൽമാരാറിനെ സംബന്ധിച്ച് 2020-യിലേക്കാണ് പോയിരിക്കുന്നത്. അപ്പോൾ അഖിൽമാരാർ പറയുന്ന കാര്യം പൂർണ്ണമായിട്ട് എനിക്ക് BJP-യെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല, അതുകൊണ്ട് അതുകൊണ്ട് 2020-യിലേക്ക് പോയിട്ട് അവിടുന്ന് ഞാൻ BJP-യിലേക്ക് പോകുന്നു. ഇങ്ങനെ ഒറ്റ വഴിക്ക് പോകാതെ ഇങ്ങനെ കറങ്ങി പോകുന്നതാണ്. എന്തുകൊണ്ടും ചാണകം ചവിട്ടി എന്നുള്ള പേര് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു. അപ്പോൾ 2020 ചേർന്നിട്ട് അവിടുത്തെ BJP-യിലേക്ക് പോകുന്നതിന്റെ പ്രധാനപ്പെട്ടാണ്. അല്ലെങ്കിൽ ഡയറക്റ്റ് BJP-യിലേക്ക് പോയി കഴിഞ്ഞാൽ സംഘിപ്പട്ടം, ചാണകം അങ്ങനെയുള്ള വാക്കുകൾക്ക് വാങ്ങിച്ചു കൂട്ടേണ്ടി വരും. അപ്പോൾ നമുക്കറിയാം, അഖിൽമാരാറിനെ സംബന്ധിച്ച് കൃത്യമായിട്ട് ചിന്തിക്കാനും അതിനനുസരിച്ച് പ്രവർത്തിക്കാനും കഴിവുള്ള ഒരാളാണ്. അപ്പോൾ ബിഗ് ബോസിലൊക്കെ ചെന്ന് ഒരു താരമായി വന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം അത് തന്നെയാണ്. അദ്ദേഹത്തിന്റെ ബുദ്ധി എന്ന് പറയുന്നത് അത്രത്തോളം ഒരു കൂർമ്മ ബുദ്ധി തന്നെയാണ്. മനസ്സിലായി. കാരണം ഈ പറയുന്നത് പോലെ കോൺഗ്രസിൽ നിന്നും സീറ്റ് കിട്ടാത്തത് കൊണ്ട് 2020-യിലേക്ക് പോയി BJP-യുടെ ഒരു സീറ്റ് മോഹിച്ചുകൊണ്ട് 2020 പോവുകയും അതിനുശേഷം കോൺഗ്രസിലേക്ക് വന്ന ഐഷ പോറ്റിയെ ഈ പറയുന്ന വർഗവിരോധിയാണ് അല്ലെങ്കിൽ കുലംകുത്തിയാണെന്ന് പറയാതെ പറയുന്നത് നമ്മൾ കണ്ടിരുന്നു. ഒന്നാമത്തെ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ അഖിൽമാരാറിനെ സംബന്ധിച്ച് അഖിൽമാരാർ കോൺഗ്രസ്സുകാരനല്ല, കോൺഗ്രസിനെ പല വേദിയിലും വിമർശിച്ചിട്ടുള്ള ഒരാളാണ്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം ഇപ്പോൾ ചില നേതാക്കന്മാരുമായിട്ടുള്ള അടുപ്പം മാത്രമാണ് അഖിൽമാരാർക്കുള്ളത്. കൊട്ടാരക്കരയുള്ള കോൺഗ്രസിന്റെ പ്രവർത്തകർ ആരും അഖിൽമാരാറിനെ സപ്പോർട്ട് ചെയ്യുന്നതായിട്ട് ഞാൻ കണ്ടിട്ടേ ഇല്ല. അതേപോലെ തന്നെ ഇപ്പോൾ രശ്മിയെ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. രശ്മി പാർട്ടി വിട്ടു പോകില്ല എന്ന് വരെ കഴിഞ്ഞ ദിവസം നമ്മൾ കൊടിക്കുന്നിൽ സുരേഷ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സതീശനുമായിട്ട് ചർച്ച നടത്തി. നമ്മൾ നേരത്തെ പറഞ്ഞ ഐഷ പോറ്റി വന്നപ്പോൾ സ്വാഭാവികമായും കൊട്ടാരക്കരയിലെ സീറ്റ് മോഹിച്ചിരുന്ന ആളുകളൊക്കെ മറ്റെവിടെന്നെങ്കിലും സീറ്റ് കിട്ടുമോ എന്നറിയാൻ വേണ്ടി ചാടിയതായിരിക്കാം ഒരു പക്ഷേ അഖിൽമാരാറിന്റെ പോലെ. അതിന്റെ ഒരു തമാശ ഇപ്പോ സോഷ്യൽ മീഡിയയിൽ കിടന്ന് കറങ്ങുന്നുണ്ട്. പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഐഷ പോറ്റി CPM വിടുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം ഒരു കാറ് പോലും എനിക്ക് അവർ വിട്ടു തന്നിട്ടില്ല, പരിപാടികൾക്ക് വരാൻ വേണ്ടിയിട്ട് വണ്ടി പോലും അവർ എനിക്ക് അയച്ചു തന്നിട്ടില്ല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കളിയാക്കുന്നുണ്ട്. ഒരു കാറ് കിട്ടാത്തത് കൊണ്ട് ഐഷ പോറ്റി CPM-ൽ നിന്നും കോൺഗ്രസിലേക്ക് പോയി. അപ്പോൾ കോൺഗ്രസിലേക്ക് പോയ സാഹചര്യത്തിൽ കോൺഗ്രസിൽ നിന്നും 2 പേര് BJP-യിലേക്ക് പോയി.
അപ്പോ അങ്ങനെയാണ് അതിന്റെ ഒരു ട്രാക്ക് വന്നത്. അപ്പൊ അതിന്റെ പൂർണ്ണമായി കോൺഗ്രസിൽ നിന്ന് 2 പേര് പോയതിന്റെ പൂർണ്ണമായിട്ടുള്ള ധാർമ്മിക ഉത്തരവാദിത്തം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഏറ്റെടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് പോസ്റ്റുകൾ വരുന്നുണ്ട്. കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടി കാരണമാണല്ലോ ഇപ്പൊ 2 പേര് കോൺഗ്രസിലേക്ക് പോയത്. അപ്പൊ അങ്ങനെയുള്ള ചർച്ചകളും നടക്കുന്നുണ്ട്. രസകരമായിട്ടുള്ള ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ നടക്കുന്നുണ്ട്. അപ്പോൾ ഇത് തന്നെയാണെങ്കിലും കൊട്ടാരക്കരയിൽ ഒരു രാഷ്ട്രീയ സാഹചര്യം അനുസരിച്ച് ഐഷ പോറ്റിക്ക് നല്ല അടിത്തറയുള്ള ഒരു മണ്ണാണ് കൊട്ടാരക്കര എന്ന് പറയുന്നത്. കൊട്ടാരക്കര വളരെ വളരെ ശക്തമായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കൃത്യമായിട്ടൊരു കോട്ടയുള്ള ഒരു മണ്ഡലമാണ്. അതേപോലെ തന്നെ ബാലകൃഷ്ണപിള്ളയുടെ മണ്ഡലമായിരുന്നു. ഒരു NSS വോട്ടുകൾ കൂടുതലുള്ളൊരു മണ്ഡലമാണ് കൊട്ടാരക്കര എന്ന് പറയുന്നത്. അപ്പോൾ കേരള കോൺഗ്രസ് ബിയുടെ അടിത്തറ മണ്ഡലമായിരുന്നു. ഇപ്പോൾ പത്തനാപുരത്താണ് ഗണേഷ് കുമാർ മത്സരിക്കുന്നെങ്കിലും യഥാർത്ഥത്തിൽ കൊട്ടാരക്കരയായിരുന്നു കേരള കോൺഗ്രസ് ബിയുടെ ഒരു അടിത്തറ അല്ലെങ്കിൽ അടിത്തട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു സ്ഥലത്ത് അവിടുത്തെ രാഷ്ട്രീയ സാഹചര്യം വളരെ വ്യത്യസ്തമാണ്. നമ്മളിപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് മൊത്തം എന്ന് പറയുന്ന രീതിയല്ല. അവിടെ ജാതീയപരമായിട്ടുള്ള അത്തരത്തിലുള്ള വോട്ട് സ്പ്ലിറ്റുകൾ പലപ്പോഴും നടക്കാറുണ്ടെന്നതൊരു യാഥാർത്ഥ്യമാണ്. അതിനൊക്കെ അപ്പുറത്തേക്ക് ഐഷ പോറ്റിക്ക് ജനങ്ങളുമായിട്ടുള്ളൊരു വ്യക്തിബന്ധമുണ്ട്. ഐഷ പോറ്റിയുടെ കാലഘട്ടത്തിൽ അവർ ചെയ്തു വെച്ചിട്ടുള്ള പ്രവർത്തനങ്ങളാണെങ്കിലും ജനങ്ങളോടുള്ള അടുപ്പമാണെങ്കിലും പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ ഗുണം നോക്കുന്നത് ജനങ്ങളുമായിട്ടുള്ള അടുപ്പമാണ്. അവരുടെ അടുത്തേക്ക് ഒരു പ്രശ്നം പറഞ്ഞ് ചെല്ലുമ്പോൾ അവർ എങ്ങനെയാണ് പരിഹരിച്ചു വിടുന്നത്, ഇതൊക്കെയാണ് പലപ്പോഴും ഇതിനകത്തുണ്ടാകുന്ന ഒരു രാഷ്ട്രീയപരമായിട്ടൊരു നേതാവ് ഉണ്ടാകുന്ന ഗുണങ്ങൾ എന്ന് പറയുന്നത്. ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് സമയങ്ങൾക്ക് മുൻപ് ഞാനൊരു മുതിർന്ന മാധ്യമപ്രവർത്തകനുമായി സംസാരിച്ച സമയത്ത് അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. അദ്ദേഹത്തോടത് പങ്കുവച്ചത് പല മുതിർന്ന BJP നേതാക്കന്മാരുമാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം ഒരു BJP ചായ്വുള്ള ഒരു വ്യക്തി തന്നെയാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത്, കൊട്ടാരക്കരയിൽ CPM-ഉം BJP-യും തമ്മിൽ ഒരു അലയൻസ് ഉണ്ടാകാൻ, ഇപ്പോൾ നമ്മൾ കേരളത്തിലൊട്ടാകെ അലയൻസ് ഉണ്ടെന്ന് പറയുന്നത് പോലെ തന്നെ കൊട്ടാരക്കരയിൽ അലയൻസ് ഉണ്ടാകാനുള്ള സാധ്യതകൾ കൂടുതലാണ്. കാരണം ഐഷ പോറ്റിയുടെ വളർച്ച അല്ലെങ്കിൽ ഐഷ പോറ്റിക്ക് അവിടെയുള്ളൊരു ബേസ് എന്ന് പറയുന്നത് കൃത്യമായി CPM-നും BJP-ക്കും ഭയം തന്നെയാണ്. ആ ഒരു ഭയം അല്ലെങ്കിൽ ഐഷ പോറ്റിയെ തോൽപ്പിക്കണം എന്നുള്ളത് CPM-ന്റെ പ്രസ്റ്റീജ് ഇഷ്യൂ ആണ്. അതുപോലെ തന്നെ BJP-ക്കും അത് തന്നെയാണ് ആവശ്യം. BJP ആണെങ്കിൽ പോലും ഇത്തവണ കൂടി CPM വീണ്ടും തുടർഭരണത്തിലേക്ക് വരട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ ഐഷ പോറ്റിയെ തോൽപ്പിക്കാൻ വേണ്ടി R രശ്മിക്ക് വേണ്ടിയോ അല്ലെങ്കിൽ ബാലഗോപാലിന് വേണ്ടിയോ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വോട്ട് വെച്ച് മാറാനുള്ള സാധ്യതകൾ ഇപ്പോൾ നമ്മൾ കാണുന്നുണ്ട് എന്നുള്ളത്. അതെ, ഇപ്പോൾ R രശ്മിയെ സംബന്ധിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ R രശ്മി കോൺഗ്രസിന്റെ മഹിളാ കോൺഗ്രസിന്റെ സംസ്ഥാന നേതാവായിരുന്നു. അതിനപ്പുറത്തേക്ക് ജില്ലാ പഞ്ചായത്ത് മെമ്പറാണ്. അപ്പോൾ ജില്ലാ പഞ്ചായത്തിൽ അതിശക്തമായിട്ടുള്ള പോരാട്ടം നടത്തി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കോട്ടകൾ തകർത്തുകൊണ്ടാണ് R രശ്മി കടന്നു വരുന്നത്. അങ്ങനെയാണ് പാർട്ടി പരിഗണിക്കുന്ന ഒരു രീതിയിലേക്ക് വന്നത്. അവിടെ വേറെ 1-2 പേരുകൾ ഉണ്ടായിരുന്നിട്ടും അതെല്ലാം വെട്ടി R രശ്മിയുടെ പേര് കഴിഞ്ഞ തവണ വന്നെങ്കിലും കഴിഞ്ഞ തവണത്തെ ഒരു ഒഴുക്ക് നമുക്കറിയാം. ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് 2ാം പിണറായി സർക്കാർ ഉണ്ടായ ഒരു ഒഴുക്ക് എന്ന് പറയുന്നത് വ്യത്യസ്തമായിട്ടുള്ള ഒഴുക്കാണ്. പക്ഷെ ആ ഒഴുക്കിലും ശക്തമായിട്ടുള്ളൊരു മത്സരം നടന്നത് കൊട്ടാരക്കരയിലായിരുന്നു. ഈ കൊട്ടാരക്കരയിൽ അവസാനത്തെ ടൈമിലാണ് രശ്മിയെ പ്രഖ്യാപിക്കുന്നത്. തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുന്ന സമയത്താണ് അവരെ പ്രഖ്യാപിക്കുന്നത്. അതുകൊണ്ട് തന്നെ അധികം ഇറങ്ങി വർക്ക് ചെയ്യാനുള്ളൊരു സമയം അവർക്ക് കിട്ടിയിട്ടില്ല എന്നതൊരു യാഥാർത്ഥ്യമാണ്. പക്ഷേ എങ്കിലും ശക്തമായിട്ടുള്ളൊരു പോരാട്ടം, 12,000 വോട്ടിൻ്റെ ഒരു തോൽവി എന്ന് പറയുമ്പോൾ ഏകദേശം 6,000 വോട്ടുകൾ ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ മറിച്ചു കഴിഞ്ഞാൽ വിജയിക്കാൻ കഴിയാവുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ നമുക്കറിയാവുന്നതുപോലെ CPM-ൽ നിന്നും ഐഷ പോറ്റിയുടെ ഒരു വരവ് എല്ലാവരെയും ഭയപ്പെടുത്തിയിട്ടുണ്ട്. കോൺഗ്രസിലുള്ള നേതാക്കന്മാരെയും അല്ലെങ്കിൽ അതുകൊണ്ടാണ് രശ്മി പോയത് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. എന്ത് തന്നെയാണെങ്കിലും കൊട്ടാരക്കരയിലെ തെരഞ്ഞെടുപ്പ് കേരളം മുഴുവൻ ഉറ്റുനോക്കുന്ന ഒരു തെരഞ്ഞെടുപ്പായിട്ട് മാറിയിട്ടുണ്ട്.